സംവരണത്തിനെതിരെ കനക്കുന്ന പ്രതിഷേധം. IT കമ്പനികളടക്കം ബംഗളൂരു വിടാൻ കാരണമാകും. തീരുമാനം ബാധിക്കുക മലയാളികളെ വലിയ തോതിൽ. സംവരണാനുകൂല ട്വീറ്റ് ഡിലീറ്റ് ചെയ്ത് സിദ്ധരാമയ്യ. കർണാടകത്തിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധിച്ച് ജോൺ ബ്രിട്ടാസ് MP. മരണം വിതച്ച് സംസ്ഥാനത്ത് മഴക്കെടുതി. തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ഇടുക്കിയിലും മരണം. വീടുകൾ തകർന്നു. കല്ലറയിൽ ഉരുൾപൊട്ടി. കുട്ടനാട് വെള്ളപ്പൊക്ക ഭീഷണിയിൽ. അടുത്ത 5 ദിവസം അതിശക്തമായ മഴയെന്ന് മുന്നറിയിപ്പ്. പ്രതികൂല കാലാവസ്ഥയിൽ കടലിലകപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി കോസ്റ്റ് ഗാർഡ്. ബോട്ടിലുണ്ടായിരുന്നത് 11 തൊഴിലാളികൾ. ബോട്ട് കുടുങ്ങിയത് കൊച്ചിയിൽ നിന്ന് 80 നോട്ടിക്കൽ മൈൽ ദൂരത്ത്. രമേശ് നാരായണൻ വിവാദത്തിൽ ആസിഫ് അലിയുടെ പ്രതികരണം. തനിക്കുള്ള പിന്തുണ വിദ്വേഷ പ്രചരണമാകരുത്. വേറൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്കോ ഒന്നും പോകാൻ പാടില്ല. കാര്യം ഇത് റിലീജിയസ് ആയ രീതിയിൽ വരെ ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഒന്നുമില്ല. അതൊരു മൊമെന്റിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണത്. സംഭവത്തിൽ വിശദീകരണം തേടി ഫെഫ്ക. തെറ്റിദ്ധാരണയെന്ന് ആവർത്തിച്ച് രമേശ് നാരായണൻ. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ മുൻ വിസിക്ക് ഗുരുതര വീഴ്ചയെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട്. മർദ്ദന വിവരം അറിഞ്ഞിട്ടും നടപടിയെടുത്തില്ല. പൂക്കോട് ക്യാമ്പസിൽ അരാജകത്വം. റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറി. ആമയിഴഞ്ചാൻ തോട്ടിൽ മുങ്ങി മരിച്ച ജോയിയുടെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ച് സർക്കാർ. അമ്മയ്ക്ക് 10 ലക്ഷം രൂപ നൽകും. കോർപ്പറേഷൻ 10 ലക്ഷവും വീടും നൽകുമെന്ന് മേയർ. കനാലുകളിൽ മാലിന്യം തള്ളുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ഹൈക്കോടതി. വൻകിട കയ്യേറ്റക്കാരെ തൊട്ടപ്പോൾ ഓപ്പറേഷൻ ആനന്ദ പാളിയെന്ന് മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ. തിരുവനന്തപുരം നന്ദിയോട് പടക്കക്കട പൊട്ടിത്തെറിച്ചു. ഒരാൾക്ക് ഗുരുതര പരിക്ക്. അളവിൽ കവിഞ്ഞ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതായി സൂചന. ഒമാൻ തീരത്ത് എണ്ണ ടാങ്കർ മറിഞ്ഞുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. ദൌത്യത്തിൽ കൈകോർത്ത് ഇന്ത്യൻ നാവികസേനയും. കാണാതായവരിൽ 13 പേർ ഇന്ത്യക്കാർ. സ്വകാര്യ തൊഴിൽ മേഖലയിൽ കന്നഡക്കാർക്ക് സംവരണം കൊണ്ടുവരുന്ന കർണാടക സർക്കാരിന്റെ നീക്കം വിവാദത്തിൽ. 50% മാനേജ്മെന്റ് പദവികളിലും 75% നോൺ മാനേജ്മെന്റ് ജോലികളിലും കന്നഡ സ്വദേശികളെ നിയമിക്കണമെന്നാണ് ബില്ലിലെ ശുപാർശ. കർണാടക സ്വദേശികൾക്ക് സംവരണം നൽകുന്ന ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകി. പ്യൂൺ, സ്വീപ്പർ മുതലായ ഗ്രൂപ്പ് C, D ക്ലാസ് ജോലികൾക്ക് കർണാടക സ്വദേശികളെ മാത്രമേ നിയോഗിക്കാൻ പാടുള്ളൂവെന്നും ബില്ലിലുണ്ട്. കന്നഡക്കാർക്ക് സ്വന്തം നാട്ടിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകണമെന്നും മാതൃദേശത്ത് ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയണമെന്നുമാണ് സർക്കാരിന്റെ ആഗ്രഹമെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എക്സിൽ ചൂണ്ടിക്കാട്ടി. ബില്ല് നടപ്പിലായാൽ ബംഗളൂരു വിടുന്നതടക്കം പരിഗണിക്കേണ്ടി വരുമെന്നാണ് പല പ്രമുഖ കമ്പനികളുടെയും പ്രതികരണം. കർണാടകയിലെ വ്യവസായ IT അടക്കം സ്വകാര്യ സ്ഥാപനങ്ങളിൽ തദ്ദേശീയർക്ക് സംവരണം അനുവദിക്കുന്നതാണ് പുതിയ ബില്ല്. 50% മാനേജ്മെന്റ് പദവികളിലും 75% നോൺ മാനേജ്മെന്റ് ജോലികളിലും കന്നഡ സ്വദേശികളെ നിയമിക്കണമെന്നാണ് ബില്ലിലെ ശുപാർശ. ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകിയത് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ഇ-കൊമേഴ്സ് സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, സർവകലാശാലകൾ എന്നിവയ്ക്കെല്ലാം ചട്ടം ബാധകമാകും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കർണാടകയിലെത്തി വ്യവസായം ആരംഭിച്ചവർക്കും നിക്ഷേപം നടത്തിയവർക്കും ജീവനക്കാർക്കുമൊക്കെ ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നതാണ് ബില്ല്. ബില്ലിന് മറ്റ് വ്യവസ്ഥകൾ ഇങ്ങനെ. തൊഴിൽ റിപ്പോർട്ട് ഈ സ്ഥാപനങ്ങൾ 3 മാസം കൂടുമ്പോൾ സർക്കാരിന് സമർപ്പിക്കണം. 100 പേരിൽ കൂടുതൽ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ റിക്രൂട്ട്മെന്റ് ബോർഡിൽ ഒരു സർക്കാർ പ്രതിനിധി വേണം. ഗ്രൂപ്പ് C, D ക്ലാസുകളിൽ ജോലികൾക്ക് കർണാടക സ്വദേശികളെ മാത്രമേ നിയോഗിക്കാൻ പാടുള്ളൂ എന്നും ബില്ലിലുണ്ട്. ഏത് സംരംഭവും ഹൈവേകളിൽ അടക്കം വയ്ക്കുന്ന പരസ്യ ബോർഡുകളിലെ പ്രധാന ഭാഷ കന്നഡയായിരിക്കണം. 15 വർഷമായി കർണാടകത്തിൽ സ്ഥിര താമസമാക്കിയവർക്കും കന്നഡ എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയുന്നവർ സംവരണ പരിധിയിൽ ഉൾപ്പെടും. നിക്ഷേപകർ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK Shivakumar പറഞ്ഞു. No investors has to worry. We want all investors to come to Karnataka. There are certain sections of the people who are well talented outside the state. We want them to work in
Karnataka. The Karnataka population, especially Bangalore population, has gone 1.4 crores only because outsiders coming here. They are working here. We don't want to harm anyone. We are just looking, we will give them a scopes. There are some suggestions which has come on this issue. We are just looking at it. എന്നാൽ വ്യവസായങ്ങളിൽ നിന്നും നിക്ഷേപകരിൽ നിന്നും വ്യാപക വിമർശനമാണ് ഉയരുന്നത്. സർക്കാർ തീരുമാനം വ്യവസായ വളർച്ചയെ പിന്നോട്ടടിക്കുമെന്നാണ് പ്രധാന വിമർശനം. കർണാടക വിട്ടുപോകുന്നത് പരിഗണിക്കേണ്ടി വരുമെന്ന് പല വൻകിട കമ്പനികളും പ്രതികരിച്ചു കഴിഞ്ഞു. പുതിയ തീരുമാനം ദേശീയ തലത്തിലും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുമെന്നത് സംശയമില്ല. സംസ്ഥാനത്ത് ദുരിതം വിതച്ച് പെരുമഴ 3 പേർ മരിച്ചു. തിരുവനന്തപുരത്തും ഇടുക്കിയിലും ആലപ്പുഴയിലുമാണ് മരണം റിപ്പോർട്ട് ചെയ്തത്. തിരുവനന്തപുരം മാര്യനാട് വള്ളം മറിഞ്ഞാണ് മത്സ്യത്തൊഴിലാളി അലോഷ്യസ് മരിച്ചത്. കരയിൽ നിന്നും അധികം ദൂരത്തിലല്ലാതെ ശക്തമായ തിരയിൽ വള്ളം മറിയുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇടുക്കിയിൽ പുഴയിൽ വീണ് മാങ്കുളം താളുംകണ്ടംകുടി സ്വദേശി സനീഷാണ് മരിച്ചത്. ആലപ്പുഴയിൽ മരം വീണ് ചികിത്സയിലായിരുന്ന ആറാട്ടുവഴി സിയാദ് മൻസിലിൽ ഉനൈസുമാണ് മരിച്ചത്. എറണാകുളം പള്ളിക്കരയിൽ വീട്ടിലേക്ക് മണ്ണിടിഞ്ഞു വീണ് 2 മുറികൾ പൂർണ്ണമായും തകർന്നു. മുട്ടൻതോട്ടിൽ ജോമോൻ മാത്യുവിന്റെ വീട്ടിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. കിടപ്പുമുറിയിലെ അലമാരകൾ, കട്ടിൽ തുടങ്ങിയവയും നശിച്ചു. ആലപ്പുഴ ജില്ലയിലെ എടത്വ, തലവടി ഉൾപ്പെടെ പമ്പയാറിന്റെ താഴ്ന്ന തീരപ്രദേശങ്ങളിൽ വെള്ളം കയറി. അപ്പർ കുട്ടനാടിന്റെ വിവിധ മേഖലകളിൽ തമിഴ്നാട് നിന്നുള്ള NDRF സംഘം എത്തി. കാസർഗോഡ് കരിന്തളം ചീമേനി മേഖലയിൽ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. മരങ്ങൾ കടപുഴകി വീണ് നിരവധി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. വൈദ്യുതി ബന്ധം താറുമാറായി. പെരിയാർ, പമ്പ, ചാലക്കുടി തുടങ്ങി സംസ്ഥാനത്തെ നദികളിൽ ജലനിരപ്പ് ഉയരുകയാണ്. ഭൂതത്താൻകെട്ട് അണക്കെട്ട് തുറന്നു. കനത്ത മഴയും മണ്ണിടിച്ചിലും കണക്കിലെടുത്ത് പലയിടത്തും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു. തിരുവനന്തപുരം പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് DTPCയുടെ കീഴിലുള്ള വിനോദസഞ്ചാര കേന്ദ്രം അടച്ചു. കോട്ടയം ഇലവീഴ പുഞ്ചിറ, ഇല്ലിക്കൽ കല്ല്, മാർമല അരുവി എന്നിവിടങ്ങളിലും വിലക്കുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പ്രതികൂല കാലാവസ്ഥയിൽ കടലിലകപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. 11 തൊഴിലാളികളാണ് ബോട്ടിലുണ്ടായിരുന്നത്. എല്ലാവരും സുരക്ഷിതരാണ്. കൊച്ചിയിൽ 80 നോട്ടിക്കൽ മൈൽ ദൂരത്താണ് ബോട്ട് കുടുങ്ങിയത്. പുരസ്കാര വിവാദത്തിൽ പ്രതികരണവുമായി നടൻ ആസിഫ് അലി. തനിക്ക് നൽകുന്ന പിന്തുണ മറ്റൊരാൾക്കുള്ള വിദ്വേഷ പ്രചാരണമാകരുത്. മതപരമായി പോലും ഈ വിഷയമെത്തി. അത് പാടില്ലാത്തത്. ആ നിമിഷത്തിൽ അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് സംഭവിച്ചതാണ്. മനഃപൂർവ്വമാണെന്ന് ഒരിക്കലും കരുതുന്നില്ല. അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചിരുന്നുവെന്നും അദ്ദേഹം അനുഭവിക്കുന്ന വേദന തനിക്കറിയാമെന്നും ആസിഫ് അലി പറഞ്ഞു. ഇത്രയും മലയാളികൾ സ്നേഹിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷവും അഭിമാനവും ഉണ്ടെന്നും ആസിഫ് അലി പറഞ്ഞു. വേറൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്കോ ഒന്നും പോകാൻ പാടില്ല. കാര്യം ഇത് റിലീജിയസ് ആയ രീതിയിൽ വരെ ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഒന്നുമില്ല. അതൊരു മൊമെന്റിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണത്. ഞാൻ ഇന്ന് രാവിലെയാണ് അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചത്. അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അതെനിക്ക് ഒരുപാട് വിഷമമുണ്ടായി. എന്നോട് ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു പ്രായം വെച്ചോ സീനിയോറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വരെ കൊണ്ട് എത്തിച്ചു. അത് അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത്. അപ്പൊ അതിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്.
അപ്പം ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് സപ്പോർട്ട് തന്നതിൽ എനിക്ക് ഭയങ്കര ട്രെമൻഡസ് ആയ അല്ലെങ്കിൽ ഒരു ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ. വേദിയിൽ ആസിഫിനെ അപമാനിച്ച സംഭവത്തിൽ പ്രതികരണവുമായി നടൻ ധ്യാൻ ശ്രീനിവാസൻ. താൻ ആസിഫിനൊപ്പമാണ്, തെറ്റുപറ്റിയത് രമേശ് നാരായണനാണ്, ഇനി മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല, കൈവിട്ടു പോയെന്ന് മനസ്സിലായപ്പോൾ മാത്രമാണ് മാപ്പ് പറഞ്ഞത്, എവിടെയെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയ അഹങ്കാരത്തിന് ദൈവം തിരിച്ചു കൊടുക്കുന്ന പണിയായിട്ടാണ് തനിക്ക് തോന്നിയതെന്നും ധ്യാൻ പറഞ്ഞു. സോറി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ചെയ്തത് തെറ്റ് തന്നെയാണ്. ആസിഫ് അത് ഒരു ചെറിയ ചിരിയോടെ അത് അവസാനിപ്പിച്ചു, അത് അതിനെ മൈൻഡ് ചെയ്തില്ല. അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ ഈ ഒരു ചെറിയ ചിരിയിൽ നിന്ന് ഒതുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. അപ്പൊ പുള്ളി അതിന് കുറെ സോറിയൊക്കെ പറഞ്ഞു, പക്ഷെ അതെനിക്കൊരു സോറി ആയിട്ട് എനിക്ക് തോന്നി, അത് മനസ്സിൽ നിന്ന് പറഞ്ഞൊരു സോറി ആയിട്ട് തോന്നിയില്ല. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയ സാധനത്തിനൊക്കെ കാണിച്ച അഹങ്കാരത്തിനൊക്കെ ദൈവം വഴിയെ ഇതുപോലൊരു സാധനമായിട്ട് എനിക്ക് പണി തിരിച്ചു കൊടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു, അത്രേ ഉള്ളൂ. ഇപ്പോൾ വരുന്ന വാർത്ത, കന്നഡ സംവരണ ബിൽ മരവിപ്പിച്ചിരിക്കുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കന്നഡ സംവരണ ബില്ലിനെതിരെ ഉയർന്നത്. IT കമ്പനികളടക്കം ബംഗളൂരു വിട്ടുപോകുമെന്നുള്ള നിലപാട് പോലും വ്യക്തമാക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാർ ഈ ഒരു നീക്കത്തിലേക്കും തീരുമാനത്തിലേക്കും കടന്നതെന്ന് സൂചനകൾ കൂടിയുണ്ട്. രഞ്ജിത്ത് രാമേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. രഞ്ജിത്ത്, വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നല്ല, വ്യവസായികളുടെ ഭാഗത്തു നിന്ന്, IT പ്രമുഖരുടെ ഭാഗത്തു നിന്ന് എല്ലാം ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു എതിർപ്പ് പരിഗണിച്ചുകൊണ്ടുകൂടി സർക്കാർ ബില്ല് മരവിപ്പിക്കാൻ നിർബന്ധിതമായിരിക്കുന്നു, അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അപർണ, സ്വകാര്യ തൊഴിൽ മേഖലയിൽ കന്നഡക്കാർക്ക് സംവരണം കൊണ്ടുവരുന്ന കർണാടക സർക്കാരിന്റെ നീക്കമാണ് വിവാദത്തിലായത്. 50% മാനേജ്മെന്റ് പദവികളിലും 70% നോൺ മാനേജ്മെന്റ് ജോലികളിലും കന്നഡ സ്വദേശികളെ നിയമിക്കണമെന്നായിരുന്നു ബില്ലിലെ ശുപാർശ. ഈ ബില്ലിന് മന്ത്രിസഭായോഗം അംഗീകാരം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് വലിയ പ്രതിഷേധം ഈ തൊഴിൽ മേഖലയിൽ നിന്ന് ഉണ്ടായത്. പല IT കമ്പനികളും കർണാടകം വിടും എന്ന മുന്നറിയിപ്പ് പോലും സർക്കാരിന് നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നമുക്കറിയാം, ഇൻഫോസിസും TCSും പോലെയുള്ള വൻകിട കമ്പനികൾ ലക്ഷക്കണക്കിന് അന്യസംസ്ഥാനക്കാർക്കാണ് കർണാടകയിൽ ജോലി നൽകുന്നത്. അവരുടെ കൂടി അധ്വാനത്തിലാണ് ആ കമ്പനികൾ ആ തരത്തിൽ മുന്നോട്ട് പോകുന്നത്. ഇവരൊക്കെ കർണാടകം വിടുമെന്ന ഭീഷണി മുന്നറിയിപ്പ് നൽകിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കർണാടകയിലെ വ്യവസായം, IT അടക്കം സ്വകാര്യ സ്ഥാപനങ്ങളിൽ തദ്ദേശീയർക്ക് സംവരണം അനുവദിക്കുന്ന ഒരു ബില്ലാണ് ഇത്തരത്തിൽ ഇപ്പോൾ വിവാദമായി തുടർന്ന് പിൻവലിക്കുന്നത്. തൊഴിൽ റിപ്പോർട്ട് ഈ സ്ഥാപനങ്ങളിൽ 3 മാസം തൊഴിൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഈ സ്ഥാപനങ്ങൾ 3 മാസം സർക്കാരിന് സമർപ്പിക്കണം. 100 പേരിൽ കൂടുതൽ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ റിക്രൂട്ട്മെന്റ് ബോർഡിൽ ഒരു സർക്കാർ പ്രതിനിധി വേണം. ഗ്രൂപ്പ് C-D ക്ലാസ് ജോലികൾക്ക് കർണാടക സ്വദേശികളെ മാത്രമേ നിയോഗിക്കാൻ പാടുള്ളൂ. ഏത് സംരംഭവും ഹൈവേകളടക്കം വെക്കുന്ന പരസ്യ ബോർഡുകളിൽ പ്രധാന ഭാഷ കന്നഡയായിരിക്കണം. അങ്ങനെ പ്രാദേശികമായി ഒരുപാട് പ്രാദേശികവാദത്തിന്റെ എല്ലാ തലങ്ങളും മുന്നോട്ട് കൊണ്ടുപോകത്തക്ക രീതിയിലാണ് ഈ ബിൽ അവിടെ അവതരിപ്പിക്കപ്പെട്ടത്. അതുപോലെ ഈ 15 വർഷമായി കർണാടകത്തിൽ സ്ഥിരതാമസമാക്കിയവരും കന്നഡ എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയുന്നവരും ഈ പരിധിയിൽ ഉൾപ്പെടും എന്നുള്ള വ്യവസ്ഥയെ കൊണ്ടുവരുന്നു. നിക്ഷേപകർ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് കർണാടക സർക്കാർ പറഞ്ഞിരുന്നു എങ്കിൽ പോലും വലിയ വ്യാപകമായ എതിർപ്പ് സ്വകാര്യ കമ്പനികളുടെ ഭാഗത്തുണ്ടായി. തുടർന്നാണ് ഇപ്പോൾ ഈ ബിൽ മരവിപ്പിക്കാനുള്ള നീക്കം, അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് സർക്കാർ കടന്നത്. തീർത്തും പ്രാദേശികമായിട്ടുള്ള ഈ വാദം അംഗീകരിക്കാനാവില്ല എന്ന് വ്യവസായികളടക്കം IT പ്രമുഖരടക്കം വ്യക്തമാക്കിയ സാഹചര്യം, രാഷ്ട്രീയ പ്രമുഖരുടെ പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന ഒരു സാഹചര്യം, ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ കൂടി ശക്തമാകുന്ന സാഹചര്യത്തിൽ കൂടി കർണാടക സർക്കാർ അങ്ങനെ ഒരു നീക്കത്തിലേക്ക്, സംവരണ ബിൽ മരവിപ്പിക്കുന്ന നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റ് വാർത്തകൾ നോക്കാം. SFIയെയും VC അടക്കമുള്ള വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല ഉദ്യോഗസ്ഥരെയും കുറ്റപ്പെടുത്തി ഹരിപ്രസാദ് കമ്മീഷൻ റിപ്പോർട്ട്. സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിന് പ്രധാന കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയമല്ല, പക്ഷേ SFIയുടെ ഇടപെടൽ സംഭവത്തിന് ഗൌരവം മറച്ചുവെച്ചു. വാർഡന്റെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ ഡീൻ പരാജയപ്പെട്ടു. ഹോസ്റ്റലിൽ അച്ചടക്കം ഉറപ്പാക്കാൻ ഡീനിന് കഴിഞ്ഞില്ല. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യന്റെ റിപ്പോർട്ടിലേക്ക്. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ ബിരുദ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് സർവകലാശാല അധികൃതരെയും ഡീനിനെയും മറ്റ് അധ്യാപകരെയും ആരോപണ വിധേയരാക്കിക്കൊണ്ട് തന്നെയാണ് കമ്മീഷന്റെ റിപ്പോർട്ട് രാജ്ഭവനിൽ ഗവർണർക്ക് സമർപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായി എടുത്തു പറയുന്ന കാര്യം, ക്യാമ്പസിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. സ്വാഭാവികമായി ഈ സംഘടനകൾ വ്യത്യസ്തമായ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത് ക്യാമ്പസിനുള്ളിൽ അസ്വാരസ്യങ്ങൾക്ക് ഇടവച്ചിരുന്നു. മാത്രവുമല്ല,
ക്യാമ്പസിൽ രാഷ്ട്രീയമായ ഇടപെടൽ അല്ലെങ്കിൽ SFIയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്നുകേട്ട ആരോപണങ്ങൾ മാത്രമല്ല ഇത്തരമൊരു മർദ്ദന സംഭവത്തിലേക്ക്, ക്രൂരമായ മർദ്ദന സംഭവത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. ക്യാമ്പസിൽ തുടർച്ചയായി അച്ചടക്ക ലംഘനങ്ങൾ നടന്നിരുന്നു. ഹോസ്റ്റലിലെ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കൃത്യമായ ഇടപെടലുകൾ നടത്താൻ ഹോസ്റ്റൽ അധികൃതർക്ക് വാർഡിന്റെ ചുമതലയുണ്ടായിരുന്ന ഡീനിന് ഒന്നും തന്നെ കഴിഞ്ഞിരുന്നില്ല. ഹോസ്റ്റലിലെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ, മേൽനോട്ടം നടത്താനോ പരിശോധനകൾ നടത്താനോ അധികൃതർ തയ്യാറായിരുന്നില്ല. മാത്രവുമല്ല ഹോസ്റ്റലിന്റെ അടക്കം ചുമതലകൾ ഉണ്ടായിരുന്ന അധ്യാപകർ പലപ്പോഴും അവരുടെ വ്യക്തിപരമായ താൽപര്യങ്ങൾക്ക് അനുസരിച്ച് പൂക്കോട് നിന്ന് മാറി മണ്ണുത്തിയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുത്തഴിഞ്ഞ ഒരു സാഹചര്യത്തിലായിരുന്നു ഇവിടെ ഹോസ്റ്റൽ പ്രവർത്തിച്ചിരുന്നത്. അവിടെ അശ്ലീല സംഭാഷണങ്ങൾ അടക്കം ചുവരുകളിൽ എഴുതുന്ന സംഭവങ്ങൾ പലപ്പോഴായി ആവർത്തിക്കപ്പെട്ടിട്ടും അതിൽ കൃത്യമായ നടപടിയെടുക്കാൻ എന്തുകൊണ്ട് അധികൃതർക്ക് കഴിയാതെ പോയി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഈ കമ്മീഷൻ റിപ്പോർട്ട് വ്യക്തമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയുന്നത് സിദ്ധാർത്ഥ് ക്രൂരമായി മർദ്ദനത്തിന് ഇരയായി ഈ തൂങ്ങി മരിക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടും അതിന്റെ ഗൌരവം കൃത്യമായി പുറത്തേക്ക് എത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ബാഹ്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ പരോക്ഷമായി SFIയെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് റിപ്പോർട്ട് കൃത്യമായി എടുത്തു പറയുന്ന കാര്യം. അതോടൊപ്പം തന്നെ വാർഡന്റെ ചുമതലയുണ്ടായിരുന്ന ഡീൻ അടക്കമുള്ളവർ അന്നേ ദിവസം ക്യാമ്പസിൽ ഉണ്ടായിരുന്നിട്ടും സംഭവത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയാതെ പോയതാണ് വ്യാപകമായ വിമർശനങ്ങൾക്ക് വഴിവെച്ചതെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. സ്വാഭാവികമായി ഗവർണർ തന്നെ നേരത്തെ സമാന വിഷയത്തിൽ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് വൈസ് ചാൻസലറായിരുന്ന MR ശശീന്ദ്രനാഥിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഗവർണർ തന്നെ നിയോഗിച്ച റിട്ടയർഡ് ജസ്റ്റിസ് ഹരിപ്രസാദ് കമ്മീഷന്റെ റിപ്പോർട്ടും സമാനമായ വിഷയത്തിൽ കോളേജ് അധികൃതരെയും SFIയെയും ഒക്കെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഗവർണർക്ക് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിന്റെ ഗൌരവം പരിഗണിച്ചുകൊണ്ട് അടിയന്തരമായ ഏതെങ്കിലും തരത്തിലുള്ള തുടർ നടപടികളിലേക്ക് രാജ്ഭവൻ നീങ്ങുമോ എന്നതാണ് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. തിരുവനന്തപുരം ആമയിഴഞ്ഞാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ജോയിയുടെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ച് സർക്കാർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ജോയിയുടെ അമ്മയ്ക്ക് 10 ലക്ഷം രൂപ അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ജോയിയുടെ കുടുംബത്തിന് കോർപ്പറേഷൻ വീട് വെച്ച് നൽകുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. ഇതിനായി സർക്കാരിന്റെ അനുമതി തേടി. ജോയിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായവും നൽകും. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിന് പുറമെയാണ് ഇത്. ജോയിയുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകുമെന്ന് നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചതാണ്. മന്ത്രി വി ശിവൻകുട്ടി ആദ്യ ദിവസം തന്നെ, ഈ അപകടമുണ്ടായ ദിവസം തന്നെ ഈ പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപ ജോയിയുടെ അമ്മയ്ക്ക് നൽകാൻ തീരുമാനമെടുത്തത്. തിരുവനന്തപുരം നഗരസഭയും 10 ലക്ഷം രൂപ ജോയിക്ക് നൽകും. ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകാനുള്ള ആലോചനയുണ്ടെന്നും നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ മാതാവിനോടൊപ്പം സംസ്ഥാന സർക്കാർ നിന്നതുപോലെ തിരുവനന്തപുരം നഗരസഭ ആ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക അനുമതി സ്വീകരിച്ചുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരസഭ കൗൺസിൽ വരുന്ന ദിവസം പ്രിയപ്പെട്ട ജോയ് എന്ന് പറയുന്ന സഹോദരന്റെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി തീരുമാനിക്കുകയാണ്. ജോയിയുടെ ആശ്രിതർക്ക് കൂടുതൽ സഹായം നൽകണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഡിവൈഎഫ്ഐ സാമ്പത്തിക സഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജോയിയുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം വൈകാതെ കൈമാറാനാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. മാത്രമല്ല, റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചയാണ് ഇതിലുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റെയിൽവേ 50 ലക്ഷം രൂപ അടിയന്തരമായി ജോയിയുടെ കുടുംബത്തിന് ധനസഹായം നൽകണമെന്ന ആവശ്യം ഡിവൈഎഫ്ഐ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. മറ്റു ചില സ്വകാര്യ വ്യക്തികളും സംഘടനകളുമൊക്കെ ജോയിയുടെ കുടുംബത്തിന് സഹായ വാഗ്ദാനവുമായി മുന്നോട്ട് വരുന്നുണ്ട്. കൊച്ചിയിലെ മാലിന്യ പ്രശ്നത്തിൽ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. മാലിന്യം തള്ളുന്നത് ആളെ കൊല്ലുന്നതിന് തുല്യമെന്നും ഹൈക്കോടതി. ആമയിഴഞ്ചാൻ തോടിന് സമാനമാണ് കൊച്ചിയിലെ കനാലുകളിലെയും അവസ്ഥ. കനാലുകളിൽ മാലിന്യം തള്ളുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും വൃത്തിയാക്കിയ കനാലുകളിൽ എങ്ങനെ മാലിന്യം എത്തുന്നുവെന്നും ഹൈക്കോടതി ചോദിച്ചു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റേതാണ് രൂക്ഷ വിമർശനം. മാലിന്യം തള്ളുന്നവർ ചെയ്യുന്നത് ആളുകളെ കൊല്ലുന്ന പണിയാണെന്നും തിരുവനന്തപുരത്തെ അപകടം കൊച്ചിയിൽ ആവർത്തിക്കരുതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ആമയിഴഞ്ഞാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ മരണത്തിന് ഉത്തരവാദി ആര് എന്നതിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം തുടരുകയാണ്. മേയർ ആര്യ രാജേന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ട് BJP കൌൺസിലർമാർ മേയറുടെ ഓഫീസ് ഉപരോധിച്ചു. നഗരസഭയുടെ മതിൽ ചാടിക്കടന്ന് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു.
ജോയിയുടെ മരണത്തെ ചൊല്ലി വലിയ പ്രതിഷേധങ്ങൾക്കാണ് തിരുവനന്തപുരം നഗരസഭ സാക്ഷ്യം വഹിച്ചത്. രാവിലെ 8:30 തന്നെ BJP കൗൺസിലർമാർ നഗരസഭയ്ക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ഒപ്പം തന്നെ സെക്രട്ടറിയുടെയും മേയറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് മേയറെയും സെക്രട്ടറിയെയും അകത്തേക്ക് കടത്തിവിടില്ല എന്നുള്ള നിലപാട് അവർ സ്വീകരിക്കുകയും ചെയ്തു. വലിയ പ്രതിഷേധമാണ് BJP കൗൺസിലർമാർ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ സമാനമായ പ്രതിഷേധം തുടരുമെന്നാണ് BJP കൗൺസിലർമാർ വ്യക്തമാക്കുന്നത്. മാലിന്യങ്ങൾ നീക്കാതെ BJP കൗൺസിലർമാരുടെ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ഈ നഗരസഭയുടെ മതിൽ ചാടിക്കടന്ന് 7ഓളം പ്രവർത്തകർ അകത്തേക്ക് പ്രവേശിക്കുകയും ഒപ്പം തന്നെ മേയറുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്ത്. തുടർന്ന് പോലീസ് എത്തി ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. 12 മണിയോടുകൂടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരുടെ നിര ഇവിടേക്ക് പ്രതിഷേധവുമായി എത്തിയത്. ഒപ്പം തന്നെ പ്രധാന കവാടത്തിന് മുമ്പിൽ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ പോലീസ് ശ്രമിച്ചുവെങ്കിൽ തന്നെ പ്രവർത്തകർ വഴങ്ങിയില്ല. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമത്തിനിടെ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ ഇക്കാര്യത്തിലൊരു സംയമനം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. മറ്റു നടപടികളിലേക്ക് സാധാരണഗതിയിൽ വലിയ അക്രമാസക്തമാവുകയാണ് എങ്കിൽ ജലപീരങ്കിക്ക് പുറമെ കണ്ണീർവാതകവും ഒപ്പം തന്നെ ലാത്തിച്ചാർജ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ പോലീസ് വലിയ സംയമനം പാലിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് പ്രതിഷേധം നടക്കുന്നതിനിടയിലാണ് ഈ പ്രവർത്തകർ, അതായത് യൂത്ത് കോൺഗ്രസിന്റെ 2 വനിതാ പ്രവർത്തകരും മറ്റു പ്രവർത്തകരും ഉൾപ്പെടെ 7ഓളം പ്രവർത്തകർ മതിൽ ചാടിക്കടന്ന് പ്രതിഷേധിക്കാനെത്തി. വലിയ പണിപ്പെട്ടാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് പിന്നീട് നീക്കിയത്. എന്തായാലും ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. നഗരസഭയാണ് തെറ്റുകാരനെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷ സംഘടനകളൊക്കെ തന്നെ വലിയ പ്രതിഷേധവുമായി നഗരസഭയ്ക്ക് മുന്നിലേക്ക് വരികയാണ്. ഒപ്പം തന്നെ റെയിൽവേയാണ് കുറ്റക്കാരെന്ന് ആരോപിച്ച് DYFIയും സമാനമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. വരും ദിവസങ്ങളിലും സമാന പ്രതിഷേധങ്ങൾക്ക് നഗരസഭ സാക്ഷ്യം വഹിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം MG മിഥുൻ, ന്യൂസ് 18 തിരുവനന്തപുരം. വൻകിട കയ്യേറ്റങ്ങളെ തൊട്ടപ്പോൾ തന്നെയാണ് ഓപ്പറേഷൻ ആനന്ദ മുടങ്ങിയതെന്ന് മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ. കയ്യേറ്റക്കാർ കോടതിയിൽ പോയി വാങ്ങിയ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ 2024 സർക്കാർ തയ്യാറായില്ല എന്നും ജിജി തോംസൺ ന്യൂസ് 18നോട് പറഞ്ഞു. ന്യൂസ് 18 അസോസിയേറ്റ് എഡിറ്റർ രഞ്ജിത്ത് രാമചന്ദ്രന് നൽകിയ അഭിമുഖത്തിലാണ് മുൻ ചീഫ് സെക്രട്ടറിയുടെ പ്രതികരണം. ഈ മറ്റൊരു കാര്യം ഇങ്ങനെ അന്തരീക്ഷത്തിലുള്ളത് അവിടുത്തെ ചില വൻകിട കയ്യേറ്റങ്ങളെ തൊട്ടപ്പോഴാണ് ഇതിന് വൻകിട കയറ്റങ്ങൾ അതെ ഓപ്പറേഷനാണ്. നമ്മൾ വൻകിട കയ്യേറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവിടെ പിന്നെ മധ്യരാജാവായ ബിജു രമേശിന്റെ രാജധാനി എന്ന് പറഞ്ഞ ബിൽഡിങ്ങിന്റെ അടിയിൽ കൂടി 2 ഓടകൾ ഒഴുകുന്നുണ്ട്. അദ്ദേഹം അത് നിഷേധിക്കുന്നില്ല. അദ്ദേഹം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്, എൻ്റെ ബിൽഡിങ്ങിന്റെ അടിയിൽ കൂടി ഓടകൾ പോകുന്നുണ്ട്, പക്ഷെ ഞാനത് വെള്ളം തടഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്. അത് ശരിയോ തെറ്റോ എന്ന് കോടതി വേണം തീരുമാനിക്കാൻ, എനിക്ക് പറയാനാവില്ല. അത് ഞങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം അതിനെതിരെ അപ്പീലുമായിട്ട് ഹൈക്കോർട്ടിൽ പോയി. ഹൈക്കോർട്ട് അപ്പീൽ സ്റ്റേ കൊടുത്തില്ല. അപ്പൊ അദ്ദേഹം സുപ്രീം കോർട്ടിൽ പോയി. സുപ്രീം കോർട്ട് സ്റ്റേ ചെയ്തു. ഇന്ന് 2024 ഇത്. 2024 വരെ സ്റ്റേ വെക്കേറ്റ് ചെയ്തിട്ടില്ലല്ലോ. അതെന്താ സർക്കാരല്ലേ വെക്കേറ്റ് ചെയ്യേണ്ടത്? എന്തേ വെക്കേറ്റ് ചെയ്യാത്തത്? അപ്പൊ നമ്മൾ എന്താ ധരിക്കേണ്ടത്? ഈ അദ്ദേഹത്തെ ഒന്നും മുഷിപ്പിക്കരുത്, ആ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളോട് പറയുകയല്ലേ ഈ ചെയ്യുന്നതിന്റെ അർത്ഥം. അല്ലെങ്കിൽ വേറൊരു അർത്ഥം ഉണ്ടെങ്കിൽ പറയൂ. അപ്പൊ ഇത് ഇങ്ങനെയാണ് ഇത് കാര്യങ്ങളുടെ പോക്ക്. എന്നിട്ട് ഇപ്പൊ നമ്മൾ ഇരുന്ന് റെയിൽവേ കുറ്റപ്പെടുത്തുന്നു. ജിജി തോംസണുമായുള്ള പ്രത്യേക അഭിമുഖം ഇന്ന് രാത്രി 9:30 കാണാം. കൊച്ചി വണ്ടർല അടിപൊളിമ്പിക്സ് മഴക്കാല ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. വണ്ടർലയിൽ നടന്ന ചടങ്ങിൽ നടനും സംവിധായകനുമായ ധ്യാൻ ശ്രീനിവാസൻ ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചു. അടുത്ത മാസം 25 വരെയാണ് മത്സരങ്ങൾ നീണ്ടു നിൽക്കുക. ആവേശകരവും രസകരവുമായ നിരവധി ടാസ്കുകളുടെ പരമ്പരയാണ് അടിപൊളിമ്പിക്സ്. നടനും സംവിധായകനുമായ ധ്യാൻ ശ്രീനിവാസൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു.
അക്വാമാൻ ചലഞ്ച്, വണ്ടർല ഡബിൾ സർക്യൂട്ട്, മെഗാ ഫുഡി മത്സരം എന്നിവയാണ് അടിപൊളിമ്പിക്സിൽ നടക്കുന്നത്. വിജയികൾക്ക് പ്രീമിയം 350cc ബൈക്ക് മുതൽ ക്യാഷ് അവാർഡുകളും ഇലക്ട്രിക് സൈക്കിളുകളും വണ്ടർല റിസോർട്ടിലെ സൗജന്യ താമസവുമെല്ലാം സമ്മാനമാണ്. ഇവയ്ക്ക് പുറമെ പ്രതിദിന സമ്മാനങ്ങളുമുണ്ട്. We all know how good and beautiful the monsoon of Kerala is. And we all know the thrill and joy millions of guests have when they come to Wonderla. And then the idea came up that if we can blend these two together and create a unique program in monsoon where people enjoy the monsoon in the outdoor and the thrill and joy of competition similar to Olympics, it would be a great thing for our guests, and that gave birth to Adi Olympics. അപ്പം ഇത്രയും വർഷം ഇങ്ങനൊരു ബ്രാൻഡ് നിലനിൽക്കുക, ഇത്രയും വർഷം 24 years ഇങ്ങനൊരു ബ്രാൻഡ് നിലനിൽക്കുക, അത് എക്സ്പാൻഡ് ചെയ്യുക. കാരണം ചെന്നൈയിലും ഇതേപോലെ തന്നെ ഞാൻ പഠിച്ചിരുന്ന, പിന്നീട് സ്കൂൾ കാലയളവ് പഠിച്ചിരുന്ന സമയത്തൊക്കെയുള്ള ചെന്നൈയിലുള്ള തീം പാർക്സ് ഒക്കെ മെയിൻ്റനൻസ് ഇല്ലാതെയും അല്ലെങ്കിൽ ഇതില്ലാതെയൊക്കെ നമ്മളിങ്ങനെ ക്ഷയിച്ചു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് വർഷങ്ങൾക്കപ്പുറം, പിന്നീടൊക്കെ അവിടെ പോയ സമയത്തൊക്കെ. അപ്പം ഡെഫിനറ്റ്ലി ഇതിന്റെ പുറകിൽ എടുക്കുന്ന ഇവരെല്ലാവരും, നിങ്ങളുടെ ഹോൾ ടീം, എനിക്ക് ഒരുപാട് പേരെ കാണാം. ഒരു എഫേർട്ട്, അത് ഡെഫിനറ്റ്ലി ഒരു നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉള്ള ഒരുമിച്ചുള്ള ഒരു എഫേർട്ടിന്റെ ഇതായിരിക്കാം. എല്ലാ ബുധൻ, ശനി, ഞായർ ദിവസങ്ങളിലും നടക്കുന്ന സാഹസിക ഗെയിമുകൾ ഓഗസ്റ്റ് 25 നടക്കുന്ന ഗ്രാൻഡ് ഫിനാലെ വരെ തുടരും. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ധീരൻ ചൌധരി, കൊച്ചി വണ്ടർല പാർക്ക് മേധാവി രവികുമാർ MA തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 കൊച്ചി. സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6805 രൂപ, പവന് 54,440 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5710, പവന് 45,680 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ, കിലോയ്ക്ക് 99,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പൂർണ്ണമാകുന്നു ന്യൂസ് അപ്ഡേറ്റ്സ്. നമസ്കാരം.